ഞാൻ ബഹുമാനിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിൻ്റെ ഇപ്പം അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞ് ഇപ്പം നമുക്കത് ബോധ്യപ്പെട്ടതാണ്. ഒരു ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ. ഞാൻ VSൻ്റെ ഒരു ആരാധകൻ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി ആ പണാധിപത്യത്തിൽ തിമിർത്ത്, അതായത് ഒരു ഏകാധിപതിയെ പോലെ ഈ പാർട്ടി ഇന്നലെ, അതായത് ഈ പിണറായി വിജയൻ, ഈ നമ്മുടെ അച്യുതാനന്ദൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടും അങ്ങനെ പല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പോരാടി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലൊന്ന് കയറിക്കൂടാൻ വേണ്ടിയിട്ട് പറ്റിപ്പിടിച്ചിരുന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി, ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ എന്താ പറയുക, അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തു. കാരണം അദ്ദേഹത്തെ അങ്ങ് ഒതുക്കി ഒരു മൂലയിലിരുത്തി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് കേരളത്തിലുള്ള പത്രം വായിക്കുന്ന, TV കാണുന്ന, അങ്ങനെ വാർത്താ മാധ്യമങ്ങളെല്ലാം ശ്രവിക്കുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ സാധാരണക്കാരുടെ പാർട്ടി അല്ല, ഇതൊരു ബൂർഷ്വാ പാർട്ടിയായി എന്ന് സ്വയം എൻ്റെ മനസ്സിൽ ഞാൻ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CPMൽ നിന്ന്, ആ CPMൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവരോടുള്ള ആ മനോഭാവത്തിൽ നിന്നും മാറി. നമസ്കാരം. കലാഭവൻ മണിയുടെ ജന്മനാടായിട്ടുള്ള ചാലക്കുടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. BJPയിലേക്ക് നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഒരുപാട് ആളുകൾ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരുന്നത്. ഈ സമയത്ത് CPMൽ നിരവധി വർഷം പ്രവർത്തിച്ച് ആ പ്രവർത്തനം അവസാനിപ്പിച്ച് BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു ജോണി എന്ന് പറയുന്ന ഒരു മുൻ സഖാവ്. അദ്ദേഹം എന്തുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ചോദിച്ചതിന് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങേ ഒരു ഷാളെല്ലാം അണിയിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഒരു സമയത്ത് മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ രാഷ്ട്രീയ ചിന്താഗതി എൻ്റെ മനസ്സിൽ ഉദിച്ച സമയം മുതൽ സാധാരണക്കാരുടെ ജീവിതം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അന്നൊക്കെ എൻ്റെ ഒരു കുടുംബം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോട് പ്രാമുഖ്യം പുലർത്തിയിരുന്നൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഞാൻ ഇതിലേക്ക്, ഈ CPMലേക്ക് അതിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കാനുണ്ടായ കാരണം, സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പടപൊരുതുന്ന, പ്രയത്നിക്കുന്ന സാധാരണക്കാർക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ ഇടതുപക്ഷം എന്ന്, അതായത് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പാർട്ടി എന്ന് ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വോട്ടവകാശമായ അന്ന് മുതൽ ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ VS അച്യുതാനന്ദന്, ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പടപൊരുതി ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് സാധാരണക്കാരൻ്റെ ഒരു ആശയും അഭിലാഷവും ഒക്കെ ആണ് നമ്മുടെ ഇടതുപക്ഷം, അതായത് ജനപക്ഷം എന്ന് കരുതി എൻ്റെ ചെറുപ്പം, ഇന്നെനിക്ക് വയസ്സ് 64ആയി, എൻ്റെ ചെറുപ്പം എനിക്ക് വോട്ടവകാശമായ അന്ന് മുതൽ ഞാൻ വോട്ട് ചെയ്തതും, അതേപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ സമയങ്ങളിലെല്ലാം ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വോട്ട് ചോദിക്കാനും പ്രചാരണങ്ങൾക്കും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റ് വ്യക്തിപരമായ ബന്ധങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഞാൻ ഈ പാർട്ടിയിലെ ജനവിരുദ്ധത കണ്ട് മനം മടുത്ത് ഇരിക്കുകയാണ്. എന്നാൽ ഞാൻ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റു ദേശീയ രാഷ്ട്രീയ പാർട്ടികളിലേക്കോ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ BJP എന്ന് പറയുന്ന നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ കോർഡിനേഷനിൽ ഇന്ന് രാജ്യത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളിലും ഇന്നും വളരെ റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമായും ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഒരു പാർട്ടി ആണ് നമ്മുടെ BJP എന്നും,
അതൊക്കെ ചിന്തിക്കാൻ കാരണങ്ങൾ പലതുമുണ്ട്. കാരണം നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി, അതായത് ഈ BJPയുടെ നാഥൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ BJPയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന, BJPയുടെ പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്ന് പറയുന്നത് 150 കോടിയിൽ പരം ജനങ്ങളുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മനസ്സ് വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അത്തരത്തിലുള്ള റെസ്പെക്റ്റീവായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ അവസരത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കാൻ അവിടെ അതിന് ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായി. അതെൻ്റെ മനസ്സിലറിഞ്ഞു. ഞാൻ പത്രം വായിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ രാജ്യത്തിൻ്റെ ചലനങ്ങളും വ്യതിയാനങ്ങളും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മുടെ പ്രധാനമന്ത്രി അല്ലാണ്ട് BJPയുടെ പ്രധാനമന്ത്രി അല്ലാതെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ വന്ന് നമ്മുടെ കേരള ജനതയോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ ആ ഒരു വിവരമില്ലായ്മ അവിടെ അവർ വളരെ ഒരു മറയും കൂടാതെ അവരവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പ്രസംഗിച്ച ആ വേദിയിൽ അതിനെ ചാണകം വെള്ളം ഒഴിച്ച് ശുദ്ധീകരിച്ചു എന്ന് ഞാൻ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ വിവരം എന്തോരം ഉണ്ട്, അവർക്ക് ഈ ആ അന്ധത ബാധിച്ചിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അത് തന്നെയുമല്ല, ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാനൊരു എളിയ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി കൂടി ആയതിൻ്റെ പേരിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ 60-70 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചേട്ടൻ ബാവയും അനുജൻ ബാവയും നമ്മുടെ കേരളം ഭരിക്കുകയുണ്ടായി. അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും, കോൺഗ്രസും മാർക്സിസ്റ്റും. ഇവർ ഭരിച്ചിട്ടും ഇന്ന് വരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ന് വരെ അവരാഗ്രഹിക്കുന്നത് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ ഈ രണ്ട് പക്ഷക്കാരും അതിന് മുതിർന്നിട്ടില്ല. അത് ഒരു കാരണം. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് വിവരിക്കാം. ഞാൻ ഒരു എളിയ തൊഴിലാളിയാണ്. ആ വൈദ്യുതീകരണ തൊഴിലാളി എന്നുള്ള നിലയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒരു അംശാദായം അടച്ചിട്ടുള്ളൊരു അംഗം കൂടിയാണ് ഞാൻ. ഒരു അംശാദായം അടയ്ക്കുന്നൊരു വ്യക്തി. ഈ ഏകദേശം 11 വർഷക്കാലം ഞാൻ 1 രൂപ പോലും മുടക്കം വരാതെ അംശാദായം അടച്ച് ഏകദേശം 11,000 രൂപ ഞാൻ എൻ്റെ പാസ്ബുക്കിൽ ഇരിക്കുന്ന ആ സമയത്തും അതിൽ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെ, അതായത് തൊഴിലാളികളെ, ഞാൻ ഈ വൈദ്യുതീകരണ തൊഴിലാളികളുടെ ലൈസൻസുള്ള തൊഴിലാളികളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ എൻ്റെ വിഭാഗം തൊഴിലാളികളെ ആ കെട്ടിട നിർമ്മാണ മേഖലയിലെ ഈ ക്ഷേമനിധി ബോർഡിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയും അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കെല്ലാം സാക്ഷ്യപത്രം കൊടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നത്, അതായത് നമ്മൾ അടയ്ക്കുന്ന അംശാദായത്തിൻ്റെ അത്രയും തന്നെ തുക നമ്മുടെ സർക്കാർ ഇതിലേക്ക് അടയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ തുക നമുക്ക് ഒട്ടും താമസിയാതെ നമുക്ക് തന്നെ തിരിച്ചു തരും. പിന്നെ അത് കൂടാതെ മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ നമുക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിഡ്ഢിയായി എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യം വരികയാണ്. കാരണം 11,000 രൂപ, ആദ്യം 20 രൂപയായിരുന്നു അംശാദായമെങ്കിൽ ആനുകൂല്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കണം, എണ്ണം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ഈ അംശാദായം വർദ്ധിപ്പിച്ചു. 20 രൂപ എന്നുള്ളത് 50 രൂപ വീതം. ഇപ്പം 50 രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിമാസ അംശാദായം. പക്ഷേ ഇത് അർഹിക്കുന്ന തൊഴിലാളികൾക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഏകദേശം 18 മാസത്തെ പെൻഷൻ എനിക്ക് ഇപ്പോഴും ലഭിക്കാൻ ഉണ്ട്. അത് സർക്കാർ കടക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഈ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുമ്പോൾ ഇതിന് ഈ
പ്രസ്ഥാനത്തിലേക്ക് അംശാദായമടച്ച വിയർപ്പ് ഒഴുക്കിയ തൊഴിലാളി അവന് കൊടുക്കേണ്ട ആനുകൂല്യമോ അല്ലെങ്കിൽ അതിൻ്റെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഉള്ളത് ഞാൻ മനസ്സിലാക്കിയതിനൊരു അനുഭവം. ഒരു പ്രധാനപ്പെട്ട വിഷയം, ചേട്ടനൊരു ക്രൈസ്തവ കുടുംബത്തിലൊരു അംഗം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടൊരു BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ BJP ഒരു പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നിശബ്ദനായിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ ചേട്ടന് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ BJP ചേരുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താണ് അത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കുടുംബത്തിലെ ഒരു 10 വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തറവാടും ചെറിയ വീടുകളൊക്കെ സഹിതം ഒരു 10ഓ 20ഓ വ്യക്തിത്വങ്ങൾ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബനാഥന് ഒരു നിലപാടുണ്ടാവും. എൻ്റെ കുടുംബം ഇന്ന രീതിയിലാണ് പോകേണ്ടത് എന്നുള്ള നിലപാട് ഉള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ BJP. ആ കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ 10ഓ 20ഓ അംഗങ്ങളുള്ള ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി വിവരക്കേടോ അല്ലെങ്കിൽ ജനവിരുദ്ധ നടപടികളോ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നടപടികളോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മൊത്തമായി ആ കുടുംബത്തിലെ കാരണവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കുടുംബം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയെ കുറ്റപ്പെടുത്താനോ എനിക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ എവിടെയാണോ ജനവിരുദ്ധമായ അല്ലെങ്കിൽ മതങ്ങൾക്ക് വിരുദ്ധമായ, നമ്മുടെ എല്ലാവർക്കും ആരാധിക്കാനുള്ള അവകാശമുണ്ട്, അതിന് വിരുദ്ധമായ രീതിയിൽ നടന്നിട്ടുള്ളത്, അവിടെ തീർച്ചയായും ആ കുടുംബനാഥൻ അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് അടച്ചാക്ഷേപിച്ച് ഒരു പാർട്ടിയെ അത് ക്രിസ്തീയ വിഭാഗത്തിനെതിരാണ് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെതിരാണ് എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്, വിവരമില്ലായ്മയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ CPM നിന്ന് രാജിവെച്ച് മുന്നോട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടായ പ്രതികരണങ്ങൾ, അവരുടെ സഖാക്കന്മാരുടെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? എനിക്ക് വോട്ടവകാശമായ അന്ന് മുതൽ ഞാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. എന്നാൽ ഈ CPMൻ്റെ നയങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഹിതത്തിന് യോജിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ഇത് ഗുണം ചെയ്യില്ല എന്ന് കണ്ടപ്പോഴാണ്. കാരണം ഞാൻ ബഹുമാനിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ. മാത്രമല്ല കേരളത്തിൻ്റെ ഇപ്പം അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞ് ഇപ്പം നമുക്കത് ബോധ്യപ്പെട്ടതാണ്. ഒരു ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ VSൻ്റെ ഒരു ആരാധകൻ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി ആ പണാധിപത്യത്തിൽ തിമിർത്ത്, അതായത് ഒരു ഏകാധിപതിയെ പോലെ ഈ പാർട്ടി ഇന്നലെ, അതായത് ഈ പിണറായി വിജയൻ നമ്മുടെ അച്യുതാനന്ദൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന അദ്ദേഹം സെക്രട്ടറി ആയിട്ടും അങ്ങനെ പല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പോരാടി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലൊന്ന് കയറിക്കൂടാൻ വേണ്ടിയിട്ട് പറ്റിപ്പിടിച്ചിരുന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി, ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ എന്താ പറയുക, ഒന്നങ്ങോട്ട് ഇല്ലായ്മ ചെയ്തു. കാരണം അദ്ദേഹത്തെ അങ്ങ് ഒതുക്കി ഒരു മൂലയിലിരുത്തി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് കേരളത്തിലുള്ള പത്രം വായിക്കുന്ന, TV കാണുന്ന, അങ്ങനെ വാർത്താ മാധ്യമങ്ങളെല്ലാം ശ്രവിക്കുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ സാധാരണക്കാരുടെ പാർട്ടി അല്ല, ഇതൊരു ബൂർഷ്വാ പാർട്ടിയായി എന്ന് സ്വയം എൻ്റെ മനസ്സിൽ ഞാൻ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CPMൽ നിന്ന് ആ CPMൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവരോടുള്ള ആ മനോഭാവത്തിൽ നിന്ന് മാറി നമ്മുടെ ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ, അതായത് അവിടെ അദ്ദേഹം ഒരു നേതാവ് മാത്രമായിട്ട് പിണറായിയെ പോലെ ഏകാധിപതിയായി പെരുമാറുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകാ പുരുഷനായിട്ട് ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നത്, ഞാൻ അതിന് ഒരു ഉദാഹരണം കൂടി പറയാം. ഞാനൊരു കൊച്ചു കർഷക കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനൊരു കർഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇന്നും
കേന്ദ്ര സർക്കാരിൻ്റെ അതായത് നരേന്ദ്രമോദിയുടെ എന്ന് ഞാൻ പറയില്ല, കാരണം നമ്മുടെ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ നിന്ന് കർഷകന് കൊടുത്തുകൊണ്ടിരിക്കുന്ന 2000 രൂപ ആ പ്രധാനമന്ത്രിയുടെ ആശ്വാസ ധനം കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അഭിമാനിക്കുന്നു. കാരണം കഴിഞ്ഞ 70 വർഷക്കാലം EMSൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൽ വന്നിട്ട് 1957 അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഈ ചേട്ടൻ ബാവയും അനുജൻ ബാവയും മാറി മാറി ഭരിച്ചിട്ട് ഇതുവരെ ഇങ്ങനെയൊരു ആനുകൂല്യം, ഒരു സഹായം ചെയ്യാൻ നമ്മുടെ നാളിതുവരെ കേരളം ഭരിച്ച ഈ 2 പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയും വൈകിക്കൂടാ. ഞാൻ ഇന്നും അഭിമാനത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആ ഒരു സഹായം ഏറ്റുവാങ്ങുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതായത് ഈ പാർട്ടിയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി, സാധാരണക്കാരനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന പാർട്ടി എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, തികച്ചും ഒരാളുടെയും പ്രേരണയല്ല, ഞാൻ തീർത്തും എൻ്റെ സ്വമനസ്സാലെ എടുത്ത തീരുമാനമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു എളിയ പ്രവർത്തകനായിട്ട്, മറ്റൊരു ചിന്താഗതിയുമില്ല, എളിയ പ്രവർത്തകനായിട്ട് ഇനി ഈശ്വരൻ അനുവദിക്കുന്ന ആ സമയം വരെ അതിനകത്ത് പ്രവർത്തിക്കാൻ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടെടുത്ത ഉറച്ച തീരുമാനമാണത്. അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദിയായിട്ട് ഒരു സമയത്ത് പ്രത്യേകിച്ച്. താങ്ക് യു വെരി മച്ച്. VS അച്യുതാനന്ദൻ്റെ ആരാധകൻ കൂടിയായ വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ BJPയിലേക്ക് പുതിയ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം BJPയിൽ ചേർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഏതെല്ലാം തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചാലക്കുടി കൊരട്ടയിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ്.